ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വെറും 2 ചേരുവകൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു ഫേസ് പാക്കിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അടിപൊളി റിസൾട്ടാണ്. ഒരുപാട് വില കൊടുത്തിട്ട് നിങ്ങൾ ക്രീമുകൾ വാങ്ങി തേച്ചിട്ട് റിസൾട്ട് ഇല്ലാത്തതിലും അതുപോലെ തന്നെ ബ്യൂട്ടി പാർലറിൽ പോയിട്ടൊരു റിസൾട്ട് ഇല്ലാത്തതിനേക്കാളെല്ലാം ബെസ്റ്റാണ് നിങ്ങളുടെ അടുക്കളയിൽ തന്നെയുള്ള വെറും 2 ചേരുവകൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഈ ഒരു ഫേസ് പാക്ക്. ഇത് ഒറ്റ യൂസിൽ ഞാൻ അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിലുള്ളൊരു ഡിഫറൻസാണിത്. നല്ലൊരു ഡിഫറൻസാണ് കിട്ടിയിട്ടുള്ളത്. അതായത് നല്ല നിറം വെക്കാനും തിളക്കം വരാനും എല്ലാം സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് ഫുൾ വീഡിയോ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കടലമാവാണ്. കടലമാവൊന്നില്ലാത്ത വീട് അധികവും ഉണ്ടാവില്ല. അപ്പോൾ കടലമാവ് എന്ന് പറയുന്നത് നമ്മളെ സ്കിൻ വൈറ്റനിങ്ങിന് ഒരുപാട് സഹായിക്കുന്ന ഒരു പൗഡറാണ് ഈ കടലമാവ് എന്ന് പറയുന്നത്. അപ്പോൾ കടലമാവ് 1 ടേബിൾ സ്പൂണോളം തൈരും, ഈ 2 സാധനം മാത്രമേ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ. ഇനി തൈര് പറ്റാത്തവർക്ക് പാൽ ഉപയോഗിക്കുക കേട്ടോ. നിങ്ങളുടെ സ്കിന്നിന് നിങ്ങൾക്ക് ഏറ്റവും സൂട്ടായി തോന്നുന്നത് പാലാണോ തൈരാണോ എന്ന് വെച്ചാൽ പാലോ തൈരോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ രണ്ടും ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ തൈരിലാണ് എനിക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടിയത്. അപ്പോൾ ഓരോരോ സ്കിൻ ടൈപ്പ് അനുസരിച്ചിരിക്കും കേട്ടോ റിസൾട്ട്. അപ്പോൾ തൈര് യൂസ് ചെയ്യുന്ന പറ്റുന്നവരാണെങ്കിൽ തൈര് തന്നെ എടുക്കുക, അല്ല തൈര് പറ്റാത്തവരാണെങ്കിൽ മാത്രം പാൽ യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു 2 ചേരുവകൾ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഫേസ് പാക്കിൻ്റെ പരുവത്തിലേക്ക് മാറ്റിയെടുക്കുക. ഒട്ടും തന്നെ കട്ടയില്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അധികം ടൈറ്റുമായി പോകാൻ പാടില്ല, എന്നാലോ ഭയങ്കര ലൂസും ആയി പോകാൻ പാടില്ല. ആ ഒരു രീതിക്ക് വേണം നിങ്ങളത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അധികം ലൂസായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കടലമാവ് ആഡ് ചെയ്തിട്ട് അതൊന്ന് ടൈറ്റാക്കി എടുക്കുക. ഇനി ടൈറ്റായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നിങ്ങളെന്നാൽ യൂസ് ചെയ്യുന്ന പാലാണോ തൈരാണോ എന്ന് വെച്ചാൽ അത് യൂസ് ചെയ്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കട്ടെ. ഈ ഒരു പരുവാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ മുഖമെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി തുടച്ചതിന് ശേഷം സർക്കുലാർ മോഷനിൽ മസാജ് ചെയ്തിട്ട് വേണം നമ്മളിത് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഈ മസാജിങ് വെറുതെ പറയുന്നതല്ല, മസാജ് നമ്മൾ എത്രത്തോളം ഫേസിൽ ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് ഈ ഒരു ഫേസ് പാക്കിൻ്റെ റിസൾട്ടും കൂടി കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മസാജിങ് ഒഴിവാക്കരുത്. 2 മിനിറ്റ് മസാജ് ചെയ്തിട്ട് തന്നെ വേണം നിങ്ങളിത് അപ്ലൈ ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ ഒരു 25 മിനിറ്റ് ഫേസിൽ വെച്ചതിന് ശേഷം സാധാരണ വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കളയുക. നിങ്ങൾക്ക് വെയിലേറ്റിട്ട് വന്ന സൺ ടാൻ ഉണ്ടല്ലോ, സൺ ടാന് മാറാനും അതുപോലെ തന്നെ ഉള്ള നിറത്തിനേക്കാളും ഒരു 2 ഇരട്ടി നിറം കൂട്ടിയെടുക്കാനും സഹായിക്കുന്ന കിഡിലൻ ഫേസ് പാക്കാണിത്. ഇത് ഡെയിലി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു അടിപൊളി റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി ഡെയിലി ചെയ്യാൻ പറ്റാത്തവരാണ് നിങ്ങളെങ്കിൽ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും നിങ്ങളിത് സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോ നിങ്ങളെ മുഖത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. ഒറ്റ ഉപയോഗത്തിൽ തന്നെ എനിക്ക് കിട്ടിയ റിസൾട്ടാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.